വേറെ കാര്യം ചെയ്യട്ടെ, ഇതൊക്കെ മോഹൻലാലിന് അറിയായിരുന്നു ഈ സംഭവം? ഉണ്ണിത്താൻ സാർ മോഹൻലാൽ സാറോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനിക്കിതൊന്നും അറിയില്ല, ഇങ്ങനെ ഒരു ആളിന്റെ പിന്നിലുള്ള പോലും അറിയാൻ പാടില്ല അദ്ദേഹം പറഞ്ഞത്. രവിയുടെ കഥയാന്നാണ് രവി എന്നോട് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലല്ലോ, മോഹൻലാൽ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ആക്ടർക്ക് ഈ ഒരു സംഭവം അറിയാമെങ്കിൽ പുള്ളി ഇത് ഇഗ്നോർ ചെയ്ത് അയാൾ കാണിച്ച ഏറ്റവും വലിയ തെറ്റല്ലേ? ഞാൻ ലാൽ സാറോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. മേജർ രവിയുടെ പാലക്കാട് സത്യനന്ദിക്കാട് സാറിന്റെ ഒരു സിനിമയുടെ സെറ്റിൽ ലാൽ സാർ അഭിനയിക്കുമ്പോൾ മേജർ രവി ഒരു ഞായറാഴ്ച 2010 എന്നെ വിളിച്ചിട്ട് വന്നു, 4 മണിക്ക് റെഡിയായിട്ട് നിൽക്കണം, ലാൽ സാറിന് എന്നോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ സംസാരിക്കുന്ന ആദ്യത്തെ സബ്ജക്റ്റാണ് വിശുദ്ധരാമനാണ്. ലാൽ സാറ് എന്നോട് സംസാരിക്കുന്നു. എന്നോട് ചോദിച്ചു ആ സിനിമയിലെ പുലിയെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറയില്ല സാർ, അത് വേണം, അതാണ് അതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഓക്കെ നമ്മൾ ചെയ്യുന്നു, ഇത്ര മാത്രമേ ഞാൻ അയാളാകെ അദ്ദേഹം സംശയത്തോട് ചോദിച്ചത് ആ പുലിയാണ്. പിന്നീട് ആ പുലിപുരവും അതും എൻ്റെ കഥയായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ, വേറെ കാര്യം ചോദിക്കട്ടെ. ഈ മേജർ രവിയുടെ അയാൾ ഇതേപോലെ ഈ ഡെന്നിസ് ജോസഫിനെ പറ്റിച്ചു എന്ന് പറയുന്നു, മറ്റു പലരെയും പറ്റിയത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണോ സിനിമാ ഫീൽഡിൽ? എൻ്റെ അറിവ് വെച്ച് എൻ്റെ തെളിവുകളൊന്നുമില്ല. ഈ PhD വന്ന ശേഷം അയാളുടെ കൂടെ, അതായത് കീർത്തിചക്രയ്ക്ക് ശേഷം എഴുതിയിട്ടുള്ള പല റൈറ്റേഴ്സും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടനെ പോലെ തൻ്റെ ഇടം ഞങ്ങൾക്ക് ആർക്കുമില്ല, ഞങ്ങളുടെ എഴുത്തുകളാണ് അത് ഉപയോഗിക്കുന്നത്. ഇനിയും നിരാകരിക്കുന്നവരെ ബെന്നി പി നായരം പോലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രജിയത്താലും പെട്ട് കിടക്കുക കാണില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾ കേസ് പോകും? ഈ ആദ്യം വിളിച്ച ആൾക്ക് വിക്കറ്റ് ഫോർ ദി സെവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പടമുള്ളൂ. അദ്ദേഹം എന്നെ വിളിച്ചു, റേറ്റ് എന്നെ രക്ഷിക്കാമെന്ന് വെച്ചു. ഞാൻ ആദ്യത്തെ കോടതി വിധി എടുത്ത് കൊടുത്തിട്ട് ഇതുകൊണ്ട് മേധനെ കാണിക്കുന്നു, നിനക്ക് ബാച്ച് കിട്ടുമെന്ന് അയാൾ എന്നെ വിളിച്ചു. അതൊക്കെ ഇപ്പൊ നിരാകരിച്ചാൽ ഞാൻ നിസ്സഹായനാണ്. 3 ലക്ഷം രൂപ കൊടുത്താണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇവന്റെ സ്ഥിരം പരിപാടിയാണിത് ആണെന്നാണ് എൻ്റെ അറിവ്. അല്ലെങ്കിൽ സാർ അയാളുടെ കൂടെ ഉള്ളവർ പറഞ്ഞുകൊണ്ടാവും എൻ്റെ ഒറിജിനൽ ഹാൻഡ് അയാളുടെ കൈയക്ഷരത്തിലൂടെ ഹാൻഡ് ഞാൻ അവിടുന്ന് മാറ്റേണ്ടി വന്നത്. എന്നും രാത്രി ഞാൻ എൻ്റെ അസിസ്റ്റന്റിനെ കൊണ്ട് അവിടുന്ന് ഞാൻ ബൈക്ക് കാറിൽ എൻ്റെ വീട്ടിൽ എത്തിച്ചോണ്ടായിരുന്നു. അത് കോടതി സമ്മതിച്ചു എന്നെ ഹാൻഡ് റൈറ്റ് ചെയ്യാം. ഇനി അദ്ദേഹം കോടതികൾ പറഞ്ഞ സാറിന് അറിയാമോ എന്താണെന്ന്? അതായത് അദ്ദേഹം ഷൂട്ട് ചെയ്യും, സീനെടുത്ത് വായുവിൽ പറപ്പിക്കും. അപ്പൊ ഞാനൊരു ഒരു കള്ളനെ പോലെ ലൊക്കേഷനിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഡെയിലി ഇത് പെറുക്കി കൂട്ടിയിട്ട് ഉണ്ടാക്കിയ തിരക്കഥയാണ് ഞാൻ കോടതി വെച്ചത്. കോടതി തിരിച്ചു വെച്ചു. അതിനെങ്ങനെ താങ്കളുടെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാകുന്നത്?